നമസ്കാരം, പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. 2025 LG പുതിയ മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ വിശേഷങ്ങളും അതിന്റെ ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നേരെ വീഡിയോ എടുക്കും. അപ്പൊ നമ്മള് TV എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2025 മോഡൽ, ലേറ്റസ്റ്റ് മോഡല് നമ്മുടെ Q100 സീരീസ് ആണ്. ഇനി ഇതേത് മോഡലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q100 8X എന്ന് പറയുന്ന മോഡലാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാവുള്ളതെന്ന് ചോദിച്ചാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് AI എന്ന് പറയുന്നത്. അല്ല, ഇപ്പൊ എവിടെ എന്ത് കാര്യവും AI വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ TVയിലും ഇപ്പോൾ AI ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ, അതുപോലെ തന്നെ റിമോട്ടിന്റെ വ്യത്യാസങ്ങൾ, പുതിയ മോഡൽ റിമോട്ട്, അതും സ്ലിമാണ് റിമോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫീച്ചർ ഒരുപാടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു TV വാങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യം നമ്മൾ രീതിയിൽ നോക്കണേ. നല്ലൊരു പിക്ചർ ക്വാളിറ്റി ഉണ്ടാവണം, സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവണം, അതുപോലെ തന്നെ ഇത് ഈസി ആയിരിക്കണം, അല്ലെ? ഇതെല്ലാം തന്നെ ഈ ഒരു ഫീച്ചറുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു TV ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആ ഫീച്ചർ എന്നുള്ളത് നോക്കാം. TVയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി. ഇനി ഈ വർഷം മുതൽ നമ്മൾ ഒന്നും കൂടെ പറയാം, സ്മാർട്ട് ആണ്, അല്ലെങ്കിൽ സ്മാർട്ട് ഫീച്ചർ കൂടെ നമുക്ക് പറയാം. അപ്പം ഇതില് ഫീച്ചർ ക്വാളിറ്റിയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ Q100 സീരീസ് തന്നെ മിനി ED വരുന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെ കളർ ആക്യുറസി കൂടുതലായിരിക്കും. ഇതിന്റെ നല്ല പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് കഴിയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ TVയിലെ പ്രോസസറിനെ പറ്റിയാണ്. ഇത് ആൽഫ 8 Gen 2 പ്രോസസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഫാസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 43 മുതൽ 55 ഇഞ്ച് വരെ 120 Hz, 65 അതിന് മേലോട്ടുള്ള മോഡൽസ് എല്ലാം തന്നെ 144 Hz ആയിരിക്കും വരിക. അത് മാത്രമല്ല, ഇനി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഏതൊരു മൂവി കാണുവാണെങ്കിലും നല്ല സൗണ്ട് ക്വാളിറ്റി വേണം, അല്ലെ? അതിന് നമുക്ക് ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിക്ചർ ക്വാളിറ്റിക്ക് ഡോൾബി വിഷനും വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ AI ഫീച്ചറാണ്. അതിന് ഒരു കാര്യം പറയാൻ പറ്റുപോയി. ഇതായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മുടെ റിമോട്ടായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ വർഷം മുതൽ ഇതിത്തെ കൂടി തന്നെ ഒരു ബൾജിയായിട്ട് നമുക്ക് തോന്നുന്നു. അതിനെക്കാട്ടില് ഇത്തിരി നല്ല രീതിയിലുള്ള ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള റിമോട്ടാണ് നമുക്ക് ഈ വർഷം 2025 മോഡലിനൊക്കെ വരുന്നത്. ഇതിൽ തന്നെ AI ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് മാത്രമല്ല, നമ്മുടെ ഈ റിമോട്ട് എന്ന് പറയുന്നത് മാക്സിമം റിമോട്ടാണ്. ഇത് ബ്ലൂടൂത്ത് റേഡിയത്തിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കിത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതല്ലേ ഒരു മൗസ് പോർട്ടൽ കാര്യങ്ങളൊക്കെ നമ്മുടെ TV തന്നെ ഉണ്ടാവും. ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനും കാര്യത്തിനൊക്കെ നമുക്ക് ജസ്റ്റ് കീപാഡ് കൊണ്ട് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ജസ്റ്റ് നമുക്ക് സെലക്ട് ചെയ്ത് മൗസ് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ AI ഫീച്ചറും അതിന്റെ കസ്റ്റമൈസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് TV തന്നെ നോക്കാം. AI സൗണ്ട് വിസാർഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ TVയിൽ ഓൾറെഡി AI ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ AI ആണ് നമ്മുടെ ഇഷ്ടമുള്ള കസ്റ്റമൈസേഷൻ, അതായത് നമ്മുടെ ഇഷ്ടമുള്ള സൗണ്ട് മോഡ്സ് നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നേരെ സെറ്റിംഗ്സിൽ പോയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള 2 എണ്ണം സെലക്ട് ചെയ്യാം. ഏതാണോ സൗണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്, ഓരോന്നിനെയും ബീജിയും കാര്യമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓരോന്നും നോക്കിയ ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ 2 എണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ മൊത്തം 8 സ്റ്റെപ്പ് ഉണ്ടാവും. ഒരു കസ്റ്റമർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു സൗണ്ട് മോഡ് സ്വന്തമായി തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി സിനിമ മോഡ് അങ്ങനെ പല പല മോഡ്സ് ആയിരിക്കും വരിക, മ്യൂസിക്, അങ്ങനെ ഓരോ മോഡ്സ് ഉണ്ടാവും. ഇതിൽ കസ്റ്റമർക്ക് തന്നെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈസി ആയിട്ട് നമുക്കൊരു സൗണ്ട് മോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇനി AI പിക്ചർ വിസാർഡ് എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇതുപോലെ സെറ്റിംഗ്സിൽ പോവുക, അതിനുശേഷം പിക്ചർ വിസാർഡ് സെലക്ട് ചെയ്യുക. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ സൗണ്ട് വിസാർഡ് ചെയ്തതുപോലെ തന്നെ ഇതിലും ഇതുപോലെ 6 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ഇതിൽ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്ത ശേഷം ഇതിൽ ഇഷ്ടമുള്ള ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള 2 നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇതുപോലെ 8 സ്റ്റെപ്പ് ഉണ്ടാവും. ഈ 8 സ്റ്റെപ്പ് നമ്മൾ ചെയ്ത ശേഷം നമുക്ക് ഒരു കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോർമലി സിനിമ മോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ക്രിക്കറ്റ് മോഡ് ഉണ്ടാവും. അങ്ങനെ ഓരോ മോഡ്സ് ആയിരിക്കും നമ്മുടെ TVയിൽ വരിക. ഇതും കംപ്ലീറ്റ് നമ്മുടെ TVയിലുള്ള AI ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നല്ലൊരു ഫീച്ചറാണ്. കസ്റ്റമർക്ക് തന്നെ സ്വന്തമായിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് തന്നെ നമ്മുടെ TV യൂസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെയും ഇഷ്ടം ഇൻഡിവിജ്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ഈസി നമുക്ക് TV തന്നെ ചെയ്യാൻ പറ്റും. TV ഓരോ വർഷവും പുതിയതായിട്ടിരിക്കുകയാണെന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടായിരിക്കും. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ ഓപ്ഷൻ എന്തൊക്കെയാണോ അതൊക്കെ നമ്മുടെ ഈ ഒരു ഹോം സ്ക്രീനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സെയിം തന്നെ നമ്മുടെ LGയുടെ TVയിലെല്ലാം തന്നെ 5 വർഷത്തേക്ക് OS അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഈ ഒരു ഇന്റർഫേസ് ഓരോ വർഷവും പുതിയതായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. 2025 വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അല്ലെങ്കിൽ ടി വി ആണെന്നുണ്ടെങ്കിൽ 26, 27, 28, 29 അങ്ങനെ 5 വർഷം നമ്മുടെ OS അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇന്റർഫേസ് കംപ്ലീറ്റ്ലി നമുക്ക് മാറും. ഓരോ വർഷവും നമുക്ക് പുതിയ ടി വി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടിവിയുടെ സൗണ്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞാണ് നമ്മുടെ ടിവിയിൽ ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കർ 20 വാട്ട്സിന്റെ സ്പീക്കർ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് AI സൗണ്ട് എന്ന ഫീച്ചറുകളുണ്ട്. നോർമലി ഒരു 20 വാട്ട് സൗണ്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു 9.1.2 എന്ന് പറഞ്ഞൊരു ഹോം തിയേറ്റർ എഫക്ട്സ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. അതായത് ഓരോ ഇപ്പൊ ചില മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ചില ഓവർസ്റ്റാർസിന്റെ സൗണ്ട് കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും. പക്ഷെ അത് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ കിട്ടില്ല. പക്ഷെ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുമ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ അവിടെ കറക്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലത്തെ ഒരു സെയിം വോളിയം എഫക്ട്സ് തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടും. അത് നമുക്ക് AI സൗണ്ട് എന്ന് പറയുന്ന ഫീച്ചറാണ്. ഓക്കെ, ഇതിലൂടെ നമുക്ക് 9.1.2 എന്ന് പറയുന്ന ഒരു ഹോം തിയേറ്റർ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ സാധനമില്ല, ഇല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ഇല്ലെങ്കിൽ പോലും ഒരു വെർച്വൽ എഫക്ട്സ് ആണ് നമുക്ക് ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ തന്നെയാണ്. ഈ AI ഫീച്ചറിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി വെൽക്കം. നോർമലി എന്റെ വീട്ടിലെ ടി വി എന്നെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു നോർമൽ ടിവിയോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്നെ മനസ്സിലാക്കുന്ന ടി വി എന്റെ വീട്ടിലുണ്ടെങ്കിലോ ഈ ഒരു മോഡല് നമുക്ക് അതുപോലെ പറയാം. കാരണം നമ്മുടെ വോയിസ് ഐഡി കൊണ്ട് ആരാണെന്നും അയാളുടെ പേരെടുത്ത് വിളിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ടി വിയിൽ 10 പ്രൊഫൈൽ വരെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഓരോ വീട്ടിലും ഓരോരോ ആൾക്കാരിൽ അംഗങ്ങൾ ഉണ്ടാവും. അപ്പം അവർക്ക് ഓരോരുത്തരുടെ പേര്, ഇപ്പം കുട്ടികളുണ്ടാവും, പ്രായമുള്ള ആൾക്കാരെ കാണും, അതുപോലെ തന്നെ ഒരു 18 വയസ്സുള്ള ആൾക്കാരെ കാണും, അല്ലെ, പല ആൾക്കാരുണ്ടാവും. ഇവരുടെയൊക്കെ ID ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നോർമൽ ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് ആയിരിക്കും നമ്മുടെ ഹോം പേജിലോട്ട് വരിക. ഇതിൽ നമുക്കൊരു വോയിസ് കമാൻഡ് വെച്ച് തന്നെ ആരാണോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ ഐഡിയിലോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് റെക്കമെൻഡേഷൻ, AI റെക്കമെൻഡേഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഈ ഒരു ടി വി ഒരു ടൂറിസ്റ്റിന്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്തേക്കണേ. ഇത് സോലു, സോലുവിന്റെ ഐഡിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ സോനുവിനെ തിരിച്ചറിയുന്ന ടി വി എന്നുള്ള ആദ്യം നമുക്ക് നോക്കാം. Open sports alerts. Sonu, here are the search results for Wonder Lights. ഇപ്പൊ സോനു പറഞ്ഞത് ടി വി മനസ്സിലാക്കി സോനുവിന്റെ പേര് വെച്ചിട്ട് വെൽക്കം ചെയ്താണ് കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആരുടെ വോയിസ് ആണോ നമ്മൾ ആഡ് ചെയ്യണേ അതിനനുസരിച്ച് നമ്മുടെ പ്രൊഫൈൽ മാറിക്കൊണ്ടേയിരിക്കും. ആ ഒരു പ്രൊഫൈൽ ആയിരിക്കും വരിക നമ്മുടെ ടി വിയിൽ. ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചറാണ്. സെർച്ച് വരുന്നുണ്ട്, അതുപോലെ സൈഡിലെ ചാറ്റ് ബോക്സ് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല, സെറ്റിംഗ്സിൽ പോകേണ്ട കാര്യങ്ങളില്ല. എല്ലാം തന്നെ AI നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ടി വി വർക്കാവും. 2025 വൺ ഓഫ് ദി ബെസ്റ്റ് ടി വി AI TV എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ കടകളിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടി വി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾക്ക് AI TV വേണോ അതോ നോർമൽ LED TV വേണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.